അപ്പോൾ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇന്നലെ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയ പാലാണ് കേട്ടോ. അപ്പോൾ അത് കളയാനും തോന്നുന്നില്ല. അപ്പോൾ ചെറിയൊരു പരീക്ഷണം നടത്തിയതാണ് കേട്ടോ. അപ്പോൾ അത് തിളപ്പിക്കാനായിട്ട് വെച്ചപ്പോഴാണ് ഇത് കേടായ വിവരം അറിയുന്നത്. ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നു പോയ വെച്ചാൽ കുറച്ച് നേരം വൈകിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നേരം വൈകിയപ്പോൾ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നെ നമ്മൾ കേടാവുന്ന പാല് നമുക്ക് ഗ്യാസിൽ വെക്കുമ്പം തന്നെ മനസ്സിലാവുമല്ലോ, ഒരു ശബ്ദത്തിന് തന്നെ വ്യത്യാസം ഉണ്ടാവുമല്ലോ, കുറച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ. അപ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് കേടായിട്ടുണ്ടെന്ന്. അപ്പം പിരിഞ്ഞു പോയ പാലാണ് കേട്ടോ. ആ പിരിഞ്ഞു പോയ പാല് എനിക്ക് കളയാനും തോന്നിയില്ല. അപ്പം ഞാൻ ഒന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. നമ്മളെ ചീസ് ഉണ്ടല്ലോ, ചീസ് പനീറൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് ആവേരിക്കുന്നു വിചാരിച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ വിജയിച്ചിട്ടുണ്ട്, ശരിയായി വന്നിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഞാൻ തിളച്ചതിന് ശേഷം തിളച്ചപ്പം തന്നെ ഇത് പിരിഞ്ഞിട്ട് ഇത് വേറിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വേറിട്ട് വന്നത് മൊത്തം എടുത്തിട്ട് നല്ലോണം കഴുകി, നന്നായിട്ട് കഴുകി അതിൻ്റെ വൈറ്റൊക്കെ പോയതിൻ്റെ ശേഷം, പാലിൻ്റെ വൈറ്റ് കളറൊക്കെ പോയതിൻ്റെ ശേഷം പിന്നെ ഒരു കൊട്ടയിൽ ഊറ്റിയിട്ടിട്ട് കുറേ നേരം വെച്ചിട്ട് ഒന്നും വെള്ളം പോയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ കോട്ടൺ തുണി എടുത്തിട്ട് ഇങ്ങനെ ചെയ്തപ്പോൾ മാത്രമാണ് ഫുള്ളായിട്ട് വെള്ളം പോയത് കേട്ടോ. ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോഴേ ഉള്ളൂ ഫുള്ളായിട്ട് വെള്ളം നമുക്ക് പോയി കിട്ടുന്നുള്ളൂ. അങ്ങനെ വെള്ളം പോയതിൻ്റെ ശേഷം ഇത് നമ്മൾ ഇത് ഒരു നമുക്ക് ഏത് ആകൃതിയിലാണ് നമുക്ക് വേണ്ടതെന്ന് വിചാരിച്ചാൽ ആ പാത്രത്തിൽ ആക്കി വെച്ചാൽ അതിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ള് വെള്ളം പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഞാനൊരു ചതുരത്തിലുള്ള പാത്രത്തിലേക്കാണ് ആക്കി വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഷേപ്പിൽ നമുക്ക് കിട്ടുമല്ലോ. എന്നിട്ട് കിട്ടിയതിന് ശേഷം നമ്മളിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ചീസാക്കിയിട്ട് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിച്ചാൽ ഒന്ന് കട്ടായി കിട്ടിയാൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴൊക്കെ, അതായത് നമ്മളിത് ബർഗറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ, സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിലിങ്ങനെ ക്രഷ് ചെയ്ത് മറ്റേ ഇതിൻ്റെ മേലെ ഇങ്ങനെ നമ്മൾ ഒരതി കൊടുത്താൽ അതിൻ്റെ മേലിൽ നിന്ന് ഇങ്ങനെ ഇത് ചെറുതാക്കിയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യട്ടോ. ഞാൻ ആദ്യമായിട്ട് പരീക്ഷിച്ച് നോക്കിയ പരീക്ഷണമാണ്. അപ്പോൾ ഇത് വിജയിച്ചിട്ടുണ്ട്. അപ്പം ഇനി ആർക്കെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെക്കാൻ മറന്നുപോയ പാലുണ്ടെങ്കിൽ അത് വെറുതെ കളയേണ്ട ഒരാവശ്യമില്ല. അതിങ്ങനെ തിളപ്പിച്ചെടുത്തിട്ടതിൻ്റെ ശേഷം പെട്ടെന്ന് നമുക്ക് വേർതിരിഞ്ഞ് കിട്ടും കേട്ടോ. നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയും, വേഗം വേർതിരിഞ്ഞ് കിട്ടും. ആ വേർതിരിഞ്ഞ് കിട്ടുന്നത് ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ഒന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ പാൽ നമുക്ക് കളയാണ്ടും കിട്ടി, നമുക്ക് ചീസ് ഉണ്ടാക്കുന്നത് പഠിക്കാനുമല്ലോ.